സൗത്ത് ചൈന നദിക്ക് തീരെ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കൾച്ചർ, ഹിസ്റ്ററി, സ്റ്റണ്ണിംഗ് ലാൻഡ്സ്കേപ്സ്, ബ്യൂട്ടിഫുൾ നേച്ചർ, അതുപോലെ തന്നെ വൈബ്രന്റ് സിറ്റി ലൈഫ്, ഇതിനൊക്കെ അപ്പുറം ഇന്ത്യക്കാർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രി. പറഞ്ഞു വരുന്നത് വിയറ്റ്നാമിനെ കുറിച്ചാണ്. തിരക്കേറിയ ഹോച്ചിമിൻ നഗരം മുതൽ സ്റ്റണ്ണിംഗ് ലാൻഡ്സ്കേപ്പായ ഹാലോങ് ബേ വരെ വിയറ്റ്നാമിലേക്ക് നമുക്കൊരു യാത്ര പോകാം. വിയറ്റ്നാമിലേക്ക് എങ്ങനെയാണ് വിസ കിട്ടുന്നത് എന്നുള്ളത് കുറച്ച് ആളുകൾക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. വിയറ്റ്നാമിലേക്ക് ഇന്ത്യക്കാർക്ക് ഇ വിസയാണ്. എങ്ങനെ എടുക്കാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ evisa.gov.vn എന്നുള്ള അവരുടെ വെബ്സൈറ്റിൽ പോകുക. അതിനകത്ത് നിങ്ങൾക്ക് ആകെ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജുമാണ്. ഇതിനുശേഷം ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്യാൻ കാണും. അതിൽ സിമ്പിൾ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. നിങ്ങളെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അഡ്രസ് ഇൻ വിയറ്റ്നാം എന്ന് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ അഡ്രസ്സ് അവിടെ ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുക. പിന്നീട് പേയ്മെന്റ് ചെയ്യുക. $25 ആണ്. ഇന്ത്യൻ രൂപ ഏകദേശം 2400 മുതൽ 2500 രൂപ വരെയാണ് ഇതിനു വേണ്ടി വരുന്നത്. 3 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അവർ മെയിലായിട്ട് വിസ അയച്ചു തരുന്നതാണ്. അത് മാത്രം മതി നിങ്ങൾക്ക് വിയറ്റ്നാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വിയറ്റ്നാമിൽ എങ്ങനെ പോകണം, എവിടെയൊക്കെ പോകണം എന്നുള്ളതും എത്രയൊക്കെ എക്സ്പെൻസസ് വരുന്നുള്ളതും ഒക്കെ വിവിധ റീലുകളിലായിട്ട് ഞാൻ ഈ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ കൂടുതൽ വിയറ്റ്നാമീസ് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.